ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി യൂട്യൂബ് ചാനൽ കൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുനാമത്തിൽ എൻ്റെ സ്നേഹം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം ഞാൻ എന്താണ് പറയണമെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ പഠിപ്പിച്ചൊരു വചനം ആണെന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ദൈവം എനിക്ക് ബൈബിളിൽ നിന്നും ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി തന്നു. ഇന്ന് പകൽക്കാലം ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥയിലാണ് നമ്മൾ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാവണം. ഈ വചനം ഇന്ന് പകൽക്കാലം നിങ്ങൾക്കും എനിക്കുമുള്ളതായിട്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ബൈബിളിൽ നിന്ന് ദൈവം എനിക്ക് പരിചയപ്പെടുത്തിയിരുന്ന വ്യക്തിക്ക് ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി തന്നെ വിളിക്കുന്നുണ്ട്. എന്നാൽ തനിക്കത് പറ്റില്ലെന്നും തന്നെ കൊണ്ട് കഴിയില്ലെന്നും തനിക്കെങ്ങനെ പോകാൻ പറ്റും എന്നുള്ളൊരു 100,000 ചോദ്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ താൻ വയ്ക്കുമ്പോൾ തൻ്റെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്തെന്നും താൻ ആരാണെന്നും തൻ്റെ പവർ എന്താണെന്നും ദൈവം തനിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളൂ. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട് നിങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരണം. കാരണം നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾക്കിന്ന് അറിയില്ലെങ്കിലും ഇത് നല്ലവണ്ണം അറിയാവുന്ന 2 പേർ ഈ ലോകത്തുണ്ട്, എനിക്കറിയാം. ഒന്ന് നിൻ്റെ ദൈവം, രണ്ടാമത് അതുപോലെ തന്നെ നിൻ്റെ പവറും നിൻ്റെ ആത്മാവിൻ്റെ വിലയറിയുന്ന ഒരുവനുണ്ട്, അത് പിശാചാണ്. എന്നാൽ പലപ്പോഴും നമുക്കതിനെക്കുറിച്ച് അറിയില്ല, എന്നാൽ അവന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് അവൻ നീ എത്ര വിരട്ടിയിട്ടും നിന്നെ പിന്തുടർന്ന് വരുവാനുള്ള കാരണം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരു വചനം വായിക്കാം. അതിനെ തുടർന്ന് നമുക്കതിനെ കുറച്ച് നേരം ധ്യാനിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് മടങ്ങാം. വായിക്കാം. ബൈബിളുള്ളവർക്ക് എടുക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 1:6. യെരമ്യാവ് 1:6. യെരമ്യാവ് 1:6 ഇങ്ങനെ പറയുന്നു, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലേ എന്ന് പറഞ്ഞു. ആമേൻ. നമുക്കൊരു നിമിഷം ഈ വചനത്തിനോർത്ത് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ദൈവമേ, ഈ വചനം അവരുടെ കാര്യങ്ങളിൽ തരുന്നു. അപ്പം ഇവരെ പോലെ തന്നെ ഞാനും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ മർമ്മം എന്താണെന്ന് എനിക്കും പഠിപ്പിച്ചു തരും. ഇന്ന് എനിക്കും ഇത് പ്രയോജനമായി മാറുവാൻ പോകുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട സ്നേഹ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഓർക്കണമേ, യെരമ്യാവിൻ്റെ പുസ്തകം നമ്മളെപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഈ വചനങ്ങളൊക്കെ അറിയാമെന്നുള്ളതാണ്. ഇതാരാണ് എഴുതപ്പെട്ടതെന്ന് നോക്കുമ്പോൾ യെരമ്യാവാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. യെരമ്യാവ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുമെങ്കിലും യെരമ്യാവിനെ ദൈവം വിളിക്കുന്നതിനൊരു ഉദ്ദേശം ഇതിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതാണ്. ദൈവം യെരമ്യാവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, അതെ വാ, പിന്നെ ഞാൻ ദൗത്യം ഏൽപ്പിക്കുവാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് യെരമ്യാവിനെ ദൈവം വിളിക്കുന്നുണ്ട്. അപ്പോൾ യെരമ്യാവ് പറയുകയാണ്, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കാൻ കൂടാ, ഞാനൊരു ബാലനല്ലേ. തൻ്റെ അവസ്ഥ, തൻ്റെ നില താൻ വെളിപ്പെടുത്തുന്നു. കാരണം തന്നെ കൊണ്ട് കഴിയില്ലെന്നും തന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ലെന്നും താൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്ന് നോക്കിയാൽ ആ സമൂഹത്തിൽ താൻ ജീവിക്കുമ്പോൾ തന്നെ ഏൽപ്പിച്ച ഒരു കാര്യം തനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവൻ ഒരു നിമിഷം തന്നെ ഏൽപ്പിച്ച ദൈവത്തിനേക്കാൾ ചുറ്റുപാട് നോക്കി. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ മേലൊരു ദൈവം ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ ഏൽപ്പിക്കുന്ന ദൈവത്തിനെ നോക്കാതെ ചുറ്റുപാടിനെ നോക്കുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും യെരമ്യാവിന് ഇവിടെ ഇത് തന്നെ സംഭവിച്ചു. എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വചനം അതിൻ്റെ തൊട്ട് മുമ്പിലുണ്ട്. ദൈവം തന്നെ ആ ദൗത്യം ഏൽപ്പിക്കും മുമ്പ് ദൈവം അവിടെ ഒരു കാര്യം പറയുന്നു, നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭാശയത്തിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജാതികൾ പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നുണ്ട്. എന്തു മനോഹരമായുള്ള വചനങ്ങളല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യെരമ്യാവ് 1:5 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണത്. കാരണം ദൈവം പറയുന്നുണ്ട്, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ യെരമ്യാവ് എന്ന വാക്ക് അല്ലെങ്കിൽ യെരമ്യാവ് എന്ന പേര് തനിക്ക് വീഴുന്നത് എപ്പോൾ എന്നറിയാവോ? ഈ ഭൂമിയിൽ ജനിച്ച ശേഷമല്ല, മാതാപിതാക്കൾ ഇട്ട പേരല്ല. ഇത് താൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ വിളിച്ചൊരു പേരായിട്ട് അതിൻ്റെ മുമ്പത്തെ വചനം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. യെരമ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിനെ കുറിച്ച് ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. യെരമ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ എറിയുന്നു, യഹോവ അടിസ്ഥാനമിടുന്നു, യഹോവ നിയമിക്കുന്നു, യഹോവ അയക്കുന്നു എന്ന ഒരുപാട് അർത്ഥങ്ങൾ ഈ യെരമ്യാവ് എന്ന വാക്കിൽ വരുന്നുണ്ട്. നോക്കണമേ, യെരമ്യാവ് ജനിച്ചിട്ടില്ല, ഈ ഭൂമിയിൽ വന്ന് തൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പക്ഷെ താൻ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനൊരു പേര് നൽകുകയാണ്, യെരമ്യാവ്. ആ പേരിന് ഒരു അർത്ഥമുണ്ട്. യഹോവ അയക്കുന്നവൻ, യഹോവ നിയമിക്കപ്പെട്ടവൻ, യഹോവയുടെ ദൂതൻ എന്നൊരുപാട് പേര് ആ വാക്കിൽ തന്നെ ഉണ്ട്. ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ,
നിന്നെ ദൈവം നിനക്കൊരു പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേരിനൊരു അർത്ഥമുണ്ട്. നീ വിചാരിക്കും, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് കുറച്ച് ദിവസം ജീവിച്ച് മരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നന്മ ചെയ്തിട്ട് മരിക്കുവാൻ വേണ്ടിയ ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടുമില്ല. ദൈവത്തിൻ്റെ പൈതലാണോ? ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടോ? ഇന്ന് ദൈവത്തിന് നിൻ്റെ മേലെ ഒരു പദ്ധതിയുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസം ഞാൻ എന്താണെന്നും ഞാൻ ആരാണെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ചർച്ചിൽ ഒരു വട്ടം ഒരു ദേവദാസൻ വന്നു. ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, തൻ്റെ പേര്, പാസ്റ്ററിൻ്റെ പേര് റിജു എന്നാണ്. റിജുവിൻ്റെ വാക്കിൻ്റെ അർത്ഥം പാസ്റ്റർ ഇങ്ങനെ പറയാനിടയിൽ മാറി. റിജു എന്ന വാക്കിൻ്റെ അർത്ഥം നേരെന്നാണ്, നേരോടെ നടക്കുന്നത്. അപ്പോൾ തനിക്ക് തൻ്റെ പേരിൻ്റെ അർത്ഥം മനസ്സിലായി. അതുപോലെ തന്നെ ഇന്ന് ലോകത്തുള്ള എല്ലാവരുടെയും പേരിന് ഒരു അർത്ഥമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ഭൂമിയിൽ വിടുന്നതിന് മുമ്പ്, നീ ഉരുവായി ഭൂമിയിൽ വരുന്നതിന് മുമ്പ്, നിൻ്റെ അച്ഛനുടെ അമ്മയിൽ നിന്ന് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ദൈവം നിനക്കൊരു പേരിട്ടിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും പലരും നമുക്ക് പേരിടാറുണ്ട്. ഇന്ന് സ്കൂളിൽ നമുക്ക് വീട്ടുകാരിടുന്ന പേര് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമുക്കൊരു പേര് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജോലി സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ അവിടെ നമുക്കൊരു പേരിടാറുണ്ട്. പലരും പല പേരുകൾ ഇടാറുണ്ട് അല്ലേ? എനിക്കും പല പേരുകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് വൈദ്യൻ എന്ന്. അത് സ്കൂൾ ജീവിതഘട്ടം കഴിഞ്ഞപ്പോൾ ആ പേര് പോയി. പിന്നെ അത് കഴിഞ്ഞ ശേഷം പുതിയ പേരുകളൊന്നും എനിക്കൊന്നും വന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ, ഞാനിപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നേഴ്സായതുകൊണ്ട് വൈദ്യൻ്റെ പണി തന്നെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കാറ്റഗറിയും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങളും വെച്ച് ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് പേരിടാം, സ്വാഭാവികമാണ്. പക്ഷേ ആ പേരുകൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാഞ്ഞു പോകും. കാരണം എത്ര ദിവസം നമ്മൾ ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എത്ര ദിവസം നമ്മൾ ആ സ്ഥലത്തുണ്ടായിരിക്കും, അത്ര ദിവസം മാത്രമേ ആ പേരിന് പ്രസക്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്കൂൾ ജീവിതം കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ ആരും പേര് വിളിക്കാറില്ല. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എൻ്റെ കൂട്ടുകാർ എന്നെ കാണുമ്പോൾ ആ പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ലോകത്തിൽ ജനങ്ങളിടുന്ന പേര് കാലഘട്ടം മാറുമ്പോൾ മാഞ്ഞു പോകും. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം ഒരുവനെ പേർ ചൊല്ലി വിളിച്ചാൽ അവൻ ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ച് മൺമറഞ്ഞ് പോയാലും ആമേൻ, ആ പേരിനൊരു അർത്ഥമുണ്ടായിരിക്കും, ആ പേരിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതുപോലെയാണ് യെരമ്യാവിന് ദൈവം ഇട്ട പേര് 2000 വർഷങ്ങൾക്ക് മുമ്പ്. ആമേൻ, യെരമ്യാവ് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ട് പോലും ഈ പേരിന്നും മാഞ്ഞു പോയിട്ടില്ല. കാരണം ഇട്ടവൻ എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ യെരമ്യാവിനോട് ദൈവം പറയാണ്, നീ നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എൻ്റെ മനോഹരമായ വാക്കല്ലേ? ആമേൻ. ഒരു വ്യക്തി ഭൂമിയിൽ ജനിച്ചാൽ മാത്രമേ അവന് മനോഹരമായിട്ടുള്ള പേരിടാൻ പറ്റുള്ളൂ അല്ലേ? ആണെന്നോ പെണ്ണെന്നോ നോക്കി നമ്മൾ പേരിൻ്റെ രീതികൾ മാറ്റാം. പക്ഷെ ദൈവം ഒരുവൻ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന് പേരിടുന്നു. ആമേൻ. യെരമ്യാവിനോട് പറയാണ്, യെരമ്യാവേ, നീ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആമേൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം യെരമ്യാവിനെ കണ്ടത്? നമുക്ക് ആ വചനം വായിക്കുമ്പോൾ മനസ്സിലാവും. യെരമ്യാവിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രവാചകനായിട്ടാണ്. ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനമായിരുന്നു യഹൂദ ജനം. അവർക്ക് വേണ്ടിയാണ് ദൈവം ഭൂമിയിൽ തന്നെ വന്നത്. എന്നാൽ അവർ ആ മാനസാന്തരത്തിനെ വേണ്ടെന്ന് നിഷേധിച്ചപ്പോൾ അത് പുറജാതികളായ നമുക്ക് മേൽ ആ അനുഗ്രഹവും നന്മകളും തിരിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഏറ്റവും ഇഷ്ടപ്പെട്ട ജനമായ യഹൂദ ജനം പാപം ചെയ്തു പോയപ്പോൾ അവരെ പാപത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുവാനും അവരുടെ പാപത്തിൻ്റെ ബോധം വരുത്തുവാൻ വേണ്ടി ദൈവം അക്കാലത്ത് ഒരുപാട് പ്രവാചകന്മാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുവനായിട്ടാണ് യെരമ്യാവിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്, യെരമ്യാവിൻ്റെ കാലഘട്ടത്തിൽ 5 രാജാക്കന്മാർ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സംസാരിക്കുവാനോ പറ്റില്ല. കാരണം രാജകൽപ്പനയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ നിന്ന് കഴിഞ്ഞാൽ അന്ന് കൊന്നുകളയുക പതിവാണ്. അപ്പോൾ യെരമ്യാവിന് പേടിയുണ്ട്. അതിനാണ് നമുക്ക് വചനം വായിക്കും മനസ്സിലാവുന്നത്. 6 ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ബാലനല്ലേ, ഞാൻ കൊച്ചുകുട്ടിയല്ലേ, എത്രയോ വർഷം കൊണ്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഇടയിൽ പോയിട്ട് ഞാൻ എങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റും? അവരെന്നെ കൊന്നുകളയില്ലേ? മരണഭയം തനിക്കുണ്ട്. താൻ അതോർത്തിട്ടാണ് ദൈവത്തോട് പറയുന്നത്. അപ്പോൾ ദൈവം അതിൽ 8 പറയുന്നൊരു വചനമുണ്ട്, നീ അവരെ ഭയപ്പെടണ്ട, നിന്നെ വിടുവിക്കേണ്ടതിനും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് യഹോവ അരുളിപ്പാട്. ആമേൻ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ പോ. കാരണം ആ ജനം അങ്ങനത്തെ ഒരു ജനമായി മാറി. മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന ജനമാണ്. എന്നാൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ രാജാക്കന്മാർ വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന പുതിയ പുതിയ നിയമങ്ങൾക്ക് ജനം വഴങ്ങി തുടങ്ങി. ദൈവത്തിനെ മറന്ന് ആ രാജാവിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോൾ ജനം പാപത്തിന് ഹേതുവായി മാറി, പാപം ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ പറയുന്ന വചനം വായിക്കുമ്പോൾ ആകാശ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഹീനോൻ താഴ്വരയിൽ ആമേൻ അവിടെ ശിശുക്കളെ ബലിയർപ്പിക്കുന്ന
ഒരു ചടങ്ങുണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികളെ കൊണ്ട് ബലിയർപ്പിക്കുക. എന്നാൽ ആ രാജാവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ മകൻ്റെ പേര് പറയുന്നുണ്ട്, ഹിസ്യാക്ക് മകൻ താൻ വന്നപ്പോൾ താൻ അപ്പം ചെയ്ത ശിശുക്കളെ ബലിയർപ്പിക്കുന്നത് നിർത്തി, വിഗ്രഹാരാധനകൾ നിർത്തിവെച്ചു. താൻ അത് നിർത്തിവെച്ചു. തൻ്റെ മകൻ മനാഷ് വന്നപ്പോൾ താൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. താൻ കുഞ്ഞുങ്ങളെ ബലി കഴിക്കുന്നത് നിർത്തിയിട്ട് നരബലി തുടങ്ങി. നിങ്ങൾ പോരുന്ന് വായിച്ചാൽ മതി. യെരമ്യാവ് 7:31, 19:5, 32:35 ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. ജനം ചെയ്യുന്ന അക്രമങ്ങളെക്കുറിച്ച് അവിടെ കാണാൻ പറ്റും. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുക, മക്കളെ വിറക് വറക്കാൻ വിടുക, അപ്പം കൊണ്ട് ദൈവങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുക, ഭർത്താക്കന്മാരെ ആഹാരം ഉണ്ടാക്കാൻ നിർത്തുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ചന്ദ്രനെയും സൂര്യനെയും ആരാധിക്കുക, വിഗ്രഹങ്ങളെ ആരാധിക്കുക, ഇതിനു പുറമെ എളിയവർ നേരിടുന്ന പീഡനവും, ഇതെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ഇവരെയൊക്കെ നശിപ്പിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല. ആമേൻ. ആദ്യം ദൈവം ജനത്തിൽ ഭൂമി ഭാവം നിറഞ്ഞപ്പോൾ ആമേൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെ ഊറ്റിനെ തുറന്നുവിട്ട് ആമേൻ വെള്ളത്താൽ ജനം മരിച്ചു. അതിനുശേഷം ദൈവം എടുത്ത തീരുമാനമാണ്, ഞാൻ അങ്ങനെ നടത്തില്ല. കാരണം മരിച്ചു കിടക്കുന്ന ജനത്തിനെ കണ്ടിട്ട് മനസ്സലിവ് തോന്നിയ ദൈവം പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് മേഘത്തിൽ ആമേൻ മഴവില്ലിനെ സൃഷ്ടിച്ചവനാണ് എൻ്റെ ദൈവം. ദൈവത്തിനെ ഇവരെയൊക്കെ നശിപ്പിച്ച് കളയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, അത്രമാത്രം ദൈവം ഓരോരുത്തരെ സ്നേഹിക്കുന്നുണ്ട്. യെരമ്യാവിനെ തന്നെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കണ്ട ദൈവം ഈ ജനത്തിനെ ഉരുവാകുന്നതിന് മുമ്പ് കണ്ടു കാണില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് ദൈവത്തിന് ഇവരെ നശിക്കുന്നതിന് താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഇവരെ മാനസാന്തരപ്പെട്ട് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ദൈവം അവരോട് കരുണ കാണിക്കുവാൻ തയ്യാറാണ്. പക്ഷെ ജനം ദിനംപ്രതി പാപത്തിന് ഹേതുവായി മാറിപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവനാണ് ഈ യെരമ്യാവ്. യെരമ്യാവിനോട് പറയുന്നുണ്ട്, നീ ഭയപ്പെടണ്ട, നീ നേരെ ചെല്ലേ, നിർമൂലമാക്കുവാനും നശിക്കുവാനും പൊളിക്കുവാനുള്ള അധികാരം ഞാൻ നിനക്ക് തരുന്നുണ്ട്. നിൻ്റെ കൂടെ ഞാനുണ്ടെന്നേ, നീ ധൈര്യമായിട്ട് പോ. ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നിൻ്റെ കൂടെ ദൈവമുണ്ട്. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ ചുറ്റുമിരിക്കുന്ന ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നീ ധൈര്യമായിട്ട് ഇറങ്ങിച്ചില്ല. നിൻ്റെ പേരിനൊരു അർത്ഥമുണ്ട്. നിന്നെ ദൈവം വിളിച്ചൊരു സഭയിൽ വേർതിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ദൗത്യമുണ്ട്. എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലെ പോയി 9 മണിക്ക് ആരാധനയ്ക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കൈയടിച്ച് മെസ്സേജും കേട്ടിട്ട് തിരിച്ച് വന്ന് കിടന്നുറങ്ങി ആഹാരം കഴിച്ചിട്ട് പിറ്റേ ദിവസം ജോലിക്ക് പോകാനല്ല നിന്നെ വിളിച്ച് വേർതിരിച്ചത്. 6 ദിവസം ജോലി ചെയ്ത് ഏഴാമത്തെ ഒരു ദിവസം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയല്ല നിന്നെ വിളിച്ച് വേർതിരിച്ചത്. നിന്നെ വിളിച്ച് വേർതിരിച്ചതിന് ഉദ്ദേശമുണ്ട്. ഇന്ന് പകൽക്കാലം നീ ചോദിക്കുക, ഞാൻ ചോദിച്ചു, അവൻ നശിക്കുന്ന ജനത്തിന് വേണ്ടി, പാപത്തിലിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് അവൻ എന്നെ വിളിച്ച് വേർതിരിച്ചത്, അവൻ്റെ വചനം പറയുവാനാണ് എന്നെ വിളിച്ച് വേർതിരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നില്ലയോ? തീർച്ചയായിട്ടും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ ജോലിയോടെ കൂടെയാണ് ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ഇരിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണ്. എനിക്ക് കുറച്ച് നേരം ഒഴിവ് കിട്ടി. ആ സമയത്താണ് എനിക്ക് ദൈവത്തിൻ്റെ വചനം പറയുവാൻ എനിക്ക് ദൈവം കൃപ തന്നതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടും. അത് ജോലി സ്ഥലമായാലും എവിടെയായിരുന്നാലും കുറച്ച് നേരം ദൈവത്തിനെ കുറിച്ച് പറയുവാൻ നിങ്ങൾക്ക് സമയം തീർച്ചയായിട്ടും കിട്ടും. ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രം. യെരമ്യാവിനെ വിളിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. പാവത്തിലും അനീതിയിലും ലോകത്തിൻ്റെ സുഖത്തിനെ തേടി ഓടുന്ന ഒരു കൂട്ടം ജനത്തിന് ദൈവത്തിൻ്റെ പക്കൽ കൊണ്ടുവരുവാനാണ് ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ചത്. ജനത്തിൻ്റെ പാവങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും, നിത്യത ഉണ്ടെന്ന് പറയുവാനും, സ്വർഗം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുവാനും, നശിക്കാത്തൊരു വാഴാത്തൊരു ജീവകിരീടം ഉണ്ടെന്ന് പറയുവാനും, ആമേൻ, നിനക്കും എനിക്കും വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കുവാനാണ് എൻ്റെ യേശു പോയെന്നും 2000 വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെയും എൻ്റെയും പാവത്തിന് വേണ്ടിയാണ് അവൻ മരിച്ചെന്ന് പറയുവാനും, ഇതിനൊക്കെ വേണ്ടിയാണ് ദൈവം നിന്നെയും എന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് എൻ്റെ യേശുവിനെക്കുറിച്ച് തീർച്ചയായിട്ടും പറയാം. നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുന്നുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയാൽ, ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്താൽ നിൻ്റെ ഭവനം അനുഗ്രഹമായിരിക്കും. നിനക്കും കിട്ടേണ്ട നന്മകൾ അത് ആർക്കും തടഞ്ഞു വയ്ക്കുവാൻ പറ്റില്ല. നിനക്ക് വരേണ്ട നന്മകൾ തീർച്ചയായിട്ടും നിന്നെ തേടിയെത്തും. ഹല്ലേലൂയ. പലപ്പോഴും എന്നോട് പലരും പറഞ്ഞു, രക്ഷപ്പെടില്ല, ഗുണം പിടിക്കില്ല, ആമേൻ, നിൻ്റെ ജീവിതം തീർന്നു. പലപ്പോഴും എൻ്റെ ജീവിതം 0 എന്നൊരു രീതിയിൽ ഞാൻ പോയി നിന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും എനിക്കൊരു കാര്യം പറയാം, ഞാൻ തകരുമ്പോഴും തളർന്നു വീഴുമ്പോഴും ആമേൻ പിടിച്ച് നിർത്തുന്നത് എൻ്റെ ദൈവമാണ്. എനിക്കൊരു പ്രശ്നം വരുന്നതിന് മുമ്പ് ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകും. എന്നാൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യം, എനിക്കൊരു പ്രശ്നം വരുന്നതിന് മുമ്പ് അതിൻ്റെ സൊല്യൂഷൻ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതിനുശേഷം മാത്രമേ എനിക്കൊരു പ്രശ്നം ദൈവം അനുവദിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്നൊരു പ്രശ്നത്തിൻ്റെ നടുവിൽ കൂടെ നീ കടന്നു പോവുകയാണെങ്കിൽ ഭയപ്പെടേണ്ട. ഈ പ്രശ്നം നിനക്ക് വരുന്നതിന് മുമ്പ് തന്നെ
ഇതിനുള്ള സൊല്യൂഷനും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലുണ്ട്. ആരെയും നോക്കണ്ട, നേരെ പോ, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമുട്ട്. ദൈവമേ, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന പ്രോബ്ലം ഉണ്ട് എന്ന് പറ. അവൻ നിൻ്റെ പ്രശ്നത്തിന് മുന്നിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. പലയിടത്തും നിന്ന് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. പലയിടത്തും ഞാൻ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. പലയിടത്തും ദുഃഖത്തോടെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് ചില കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുന്നുണ്ട്, ആ കാര്യം എനിക്ക് പോലും കഷ്ടത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ കൂടുതൽ സന്തോഷിക്കാറുണ്ട്, ദുഃഖിക്കാറുണ്ട്, അതിൽ കൂടെ സന്തോഷിക്കാറുണ്ട്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോഴേ ഞാൻ ദൈവത്തിനടുത്ത് കൂടുതൽ അടുത്ത് ചെല്ലാറുള്ളൂ. അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ ഞാൻ ദൈവത്തിനടുത്ത് കൂടുതൽ അടുക്കാറുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ദുഃഖങ്ങൾ വിഷമങ്ങൾ വരികയാണെങ്കിൽ ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നീ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകാൻ അവൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ അടുത്തോട്ട് പോ. നീ എന്ത് ചെയ്യണം, നീ എന്തായി മാറും എന്ന് ദൈവം നിന്നെ പഠിപ്പിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർ, നിങ്ങളെ വെറുതെ ഈ ഭൂമിയിൽ വന്നവരല്ല. നിങ്ങളുടെ മേലൊരു ഉദ്ദേശമുണ്ട്. ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവർക്കും ഒരു ഉദ്ദേശമുണ്ട്, അല്ലേ? ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ വീട്ടുകാർ പറയും, ഈ മോൻ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ചുമതലകളിലും, ഈ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ വഹിക്കും എന്ന് പറയുന്നത് പോലെ, ഇന്ന് പകൽക്കാലം നീ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. യവൻ എൻ്റെ സുവിശേഷം പറയും, യവൻ എനിക്ക് വേണ്ടി ഒരു കൂട്ടം ആത്മാക്കളെ ആദായം ചെയ്യും എന്ന് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എനിക്ക് മനസ്സിലായി. ഇന്നും എനിക്ക് ദൈവത്തിൽ നിലനിൽക്കുവാൻ പറ്റുമെങ്കിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നിന്നെയും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിൻ്റെ മേലൊരു പദ്ധതി ഉണ്ട്. ഇന്ന് നിനക്ക് നിൻ്റെ വീട്ടുകാരിട്ട പേരായിരിക്കും, എന്നാൽ ആ പേരിനൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് തന്നെ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആ ദൈവം നിന്നോട് സംസാരിക്കും. ആമേൻ. നമുക്കൊരു വട്ടം പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ദൈവമേ, അവൻ്റെ കാര്യങ്ങൾ ഈ വചനം തരുന്നപ്പോൾ യെരേമ്യാവിനോട് ദൗത്യം ഏൽപ്പിച്ചപ്പോൾ യെരേമ്യാവ് പേടിച്ചു നിന്നു. എന്നാൽ ദൈവം ധൈര്യത്തോടെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവനെ ധൈര്യത്തോടെ അയക്കുന്നത് കാണുവാനിടയിൽ മാറി. ഇന്ന് ദൈവമേ, ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പേടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം അവർക്കൊരു ധൈര്യമായി മാറട്ടെ. അങ്ങനെ ചെയ്യുവാൻ പോകുന്ന നന്ദി. പ്രാർത്ഥന കേട്ട സ്വപ്ന പിതാവേ, ആമേൻ.